സി ജോർജിനെ കാണാനില്ല. കണ്ടുകിടുന്നവർക്ക് അല്ലെങ്കിൽ കണ്ടുപിടിച്ച് നൽകുന്നവർക്ക് 5001 രൂപ ഇനാം നൽകുമെന്നാണ് യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ പ്രഖ്യാപനമൊക്കെ നല്ലതാണ്, പക്ഷേ കളി പി സിയോടാണ് എന്നുള്ള ഓർമ്മ വേണം. ഈരാറ്റുപേട്ടയിൽ പി സി ജോർജിനെതിരെ വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പി സി ജോർജ് ഒളിവിലാണ് എന്നാണ് പറയുന്നത്. ആരോഗ്യകരമായ പ്രശ്നങ്ങളാൽ പി സി ജോർജ് തിങ്കളാഴ്ച ഹാജരാകൂ പോലീസ് സ്റ്റേഷനിൽ. ഇന്നലെ ഹാജരാകേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലെ അദ്ദേഹം ഹാജരായില്ല. തിങ്കളാഴ്ചയാണ് ഹാജരാകാൻ പോകുന്നത്. ജനുവരിയിൽ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ പി സി ജോർജ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊലപ്പെടുത്തിയത് മുസ്ലിങ്ങളാണ് എന്നൊക്കെയുള്ള പരാമർശം നടത്തി, വിദ്വേഷ പരാമർശം അത് നടത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നത്. എന്തായാലും ബോച്ചെ പോലെയല്ല, മുൻകൂർ ജാമ്യാപേക്ഷത്തിന് പോലും സമയം നൽകാതെ അല്ല, പി സി ജോർജിന് സമയമൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. പിണറായിക്ക് പൊതുവെ പി സി ജോർജിന് ഭയമാണ്. കാരണം പി സി ജോർജ് വാ തുറന്നാൽ പിണറായി നന്നായി നാറും. മാത്രമല്ല പി സി ജോർജിന്റെ ഭാര്യ അറഞ്ചം പുറഞ്ചം പ്രാവിയതാണ്. അന്ന് മുതൽ ഉഷയുടെ പ്രാക്കലിൽ കേട്ട അന്ന് മുതൽ പി സി ജോർജിന്റെ ഭാര്യയായ ഉഷയുടെ പ്രാക്കൽ കേട്ട അന്ന് മുതൽ പിണറായി സമാധാനത്തിൽ ക്ലിഫ് ഹൗസിൽ കിടന്നുറങ്ങിയിട്ടില്ല. കേന്ദ്ര അന്വേഷണം വരുന്നു, കോടതിയുടെ അന്വേഷണം വരുന്നു, കഴിമതി കഥകളൊക്കെ പുറത്തു വരുന്നു. മകൾക്ക് കിടക്കപ്പുറതിയില്ല, മരുമകന് കിടക്കപ്പുറതിയില്ല, എന്തിന് മരപ്പട്ടി പോലും പിണറായിയെ സമാധാനത്തെ ഉറക്കുന്നില്ല ക്ലിഫ് ഹൗസിൽ എന്നുള്ളതാണ്. എന്തായാലും പി സി ജോർജ് BJPയുടെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളത് ഞങ്ങൾ നേരത്തെ നിങ്ങളുടെ മുന്നിൽ വാർത്തയായി അവതരിപ്പിച്ചതാണ്. ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പി സി ജോർജിനെ BJP പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ BJP പരിഗണിക്കുന്ന ഒരാളിനെ, BJPക്കെതിരെ ഇതുവരെ ഒരു മോശ അഭിപ്രായം പറയാത്ത ഒരാളിനെ, അഡ്വക്കേറ്റായ ഷോൺ ജോർജിന്റെ അച്ഛനും കൂടിയായ പി സി ജോർജിനെ അങ്ങനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടു പോകാൻ പിണറായി വിജയന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ പാലക്കാട് ഹമാസിന്റെ നേതാക്കളെ വച്ച് ജാഥ നടത്തിയ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന എന്ന് വിളിക്കുന്ന ഹമാസിന്റെ നേതാക്കളെ വച്ച് ജാഥ നടത്തിയവർക്കെതിരെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പോലീസ് കേസെടുക്കാത്തത്? എന്തുകൊണ്ടാണ് യൂത്ത് ലീഗ് അതിലൊരു നിലപാട് സ്വീകരിക്കാത്തത്? അതെന്താ, യൂത്ത് ലീഗിന് രണ്ട് നീതിയാണോ? യൂത്ത് ലീഗ് എന്താ ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ? ഹമാസ് ഫാൻസ് അസോസിയേഷന്റെ എന്തെങ്കിലും ആനുകൂല്യം യൂത്ത് ലീഗ് കൈപ്പറ്റിയിട്ടുണ്ടോ? അതിലെന്താ യൂത്ത് ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്താത്തത്? അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് ലീഗ് എന്താ വാ തുറന്ന് സംസാരിക്കാത്തത്? അപ്പോ നിങ്ങളുടെ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ അവർ എന്ത് തോന്നിവാസവും എന്ത് വൃത്തികേടും ലോകത്തെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, ജനങ്ങളെ തീർക്കുന്ന, ജനങ്ങളെ ഏത് തരത്തിലും കൊലപ്പെടുത്തുന്ന, ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആരെയും ഇല്ലാതാക്കാൻ ഒരു മടിയുമില്ലാത്ത ദുഷ്ടന്മാരെ, പിശാചുക്കളായ ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കൊപ്പം നിൽക്കാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് 5001 രൂപ ഇനാമൊക്കെ നിങ്ങൾ പ്രഖ്യാപിച്ചു. പി സി ജോർജിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് നാണമുണ്ടോ യൂത്ത് ലീഗ്? നിങ്ങളിവിടെ കേരളത്തിന്റെ തീവ്രവാദ ഹബ്ബായി മാറുന്നു കേരളമെന്ന് പി ജയരാജൻ പറഞ്ഞ് നാക്ക് വായിലിടുന്നതിന് മുമ്പ് ജയരാജന് ഭീഷണി വന്നു. ജയരാജൻ അത് വാക്കാത്തിട്ട് വിഴുങ്ങേണ്ടി വന്നു. നല്ലവരായ ഒരുപാട് മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. ഈരാറ്റുപേട്ടയിലെ നല്ലവരായ മുസ്ലിങ്ങൾ, SDP അല്ല ഞാൻ പറയുന്നത്, നല്ലവരായ മുസ്ലിങ്ങൾ. SDP നല്ലവരല്ല എന്നല്ല പറയുന്നത്. SDP-യിലും നല്ലവരായ, ഇന്ത്യയായി കണ്ട് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒന്നാണ് എന്ന് വിശ്വസിച്ച് ഇസ്ലാം മത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കാതെ ഇന്ത്യയുടെ വഴിക്ക് വിടുന്ന നല്ലവരായ മുസ്ലിങ്ങളുണ്ട്. അവരെയല്ല പറയുന്നത്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്തെ തന്നെ ഭീഷണിയാകുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് കുറിച്ചാണ് പറയുന്നത്, അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ എന്തായാലും BJP പി സി ജോർജിനെ ചതിച്ചോ? BJP ഇടപെടുന്നില്ല. BJP ഇതിൽ എന്ത് ഇടപെടാനാണ്? പോലീസ് കേസെടുത്ത് കോടതിയിൽ പോയി ജാമ്യം നിഷേധിച്ച കോടതിക്കെതിരെ നീങ്ങാനൊന്നും BJPക്കാർക്ക് കഴിയില്ല. നിയമത്തിന്റെ വഴിക്ക് വിടുക എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത്. കേരളത്തിലെ BJPക്കാർ, കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടും അങ്ങനെ തന്നെയാണ്.
ജാമ്യം നിഷേധിച്ച് ഒളിവിലൊന്നുമല്ല, ഈരാറ്റുപേട്ട മുഴുവൻ ഞങ്ങൾ അരിച്ചു പെറുക്കി, എന്നിട്ട് PC ജോർജിനെ കണ്ടു കിട്ടാനില്ല എന്നൊക്കെ പറയുന്നവരുടെ PC ജോർജ് തന്നെ വ്യക്തമാക്കിയില്ലേ, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഹേ, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി തിങ്കളാഴ്ച ഞാൻ ഹാജരായിക്കോളാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ വരാത്തത്. യൂത്ത് ലീഗിന്റെ ഈ വലിയ വെപ്രാളം ഉണ്ടല്ലോ, ഇപ്പൊ അങ്ങ് നാട് നന്നാക്കി കളയ, PC ജോർജിനെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങ് നാട് നന്നാവും. PC ജോർജ് ചില കാര്യങ്ങൾ പറയുന്നതിനോട് ഒരു യോജിപ്പും ഇല്ലാത്ത ആള് തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതരത്വ രാജ്യമാണെന്നും നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ മുഖമുദ്ര എന്നുള്ളതും ഒക്കെ നമുക്ക് കൃത്യമായി അറിയാം. നല്ലവരായ മുസ്ലിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളും ഞങ്ങൾക്കുണ്ട്. അവരൊക്കെ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയെന്നോ ആണോ എന്ന് നോക്കിയല്ല നമ്മളുമായി ബന്ധം സ്ഥാപിക്കുന്നതും നമ്മളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും. അപ്പോ ഹമാസിനെ അനുകൂലിക്കുന്ന, ഹമാസിനോടൊപ്പം നിൽക്കുന്ന, ഹിസ്ബുള്ളയെ അനുകൂലിക്കുന്ന, ഹിസ്ബുള്ളയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കൊക്കെ ജയ് വിളിക്കുന്നതിനെതിരെ യൂത്ത് ലീഗിന് ഒന്നും പറയാനില്ല. യൂത്ത് ലീഗ് അവർക്കൊപ്പമാണ് എന്ന നിലപാടാണോ സ്വീകരിക്കുന്നത്? എന്നിട്ട് PC ജോർജിനെതിരെ എന്തും പറയാം, PC ജോർജിനെ ട്രോളാം, PC ജോർജിനെ എന്താ വായില്ല കോടാലി എന്ന് വിളിക്കാം, PC ജോർജിനെതിരെ എന്ത് ട്രോളും പറയാം. PC ജോർജ് അവതാരകരെ വരെ തെറി പറയുന്ന ആളാണ്. അവതാരകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായി ചോദിച്ചില്ലെങ്കിൽ ഏതൊരാൾക്കും എന്താ പറയുക, തെറി വിളിക്കാൻ തോന്നിയാൽ തെറി വിളിക്കുക തന്നെ ചെയ്യും. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതുപോലെ നമുക്ക് മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഈ പല ചാനലിലെ സിംഗിണികൾക്കൊക്കെ PC ജോർജിനെ കാണുമ്പോൾ വല്ലാത്തൊരു ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിൽ PC ജോർജ് നന്നായി മാറ്റി കൊടുക്കാറുമുണ്ട്. കാരണം PC ജോർജ് ഒരു BJP-കാരൻ, അതാണ് അവരുടെയൊക്കെ പ്രശ്നം. BJP എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഈ PC ജോർജിനെതിരെ ഇത്തരം എന്താ പറയുക വലിയ രീതിയിലുള്ള ഈ അധിക്ഷേപങ്ങളും ട്രോളുമൊക്കെ വരുന്നത്, PC ജോർജ് ജനപക്ഷ നേതാവായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ PC ജോർജിനെ വാരി പുഴത്തി കൊണ്ട് നടന്നേനെ. പക്ഷേ PC ജോർജ് BJP-യിലേക്ക് ചേക്കേറി എന്നുള്ളതാണ് PC ജോർജിന്റെ ഏറ്റവും വലിയ കുറവായി ചില മാധ്യമ സിംഗങ്ങൾ കാണുന്നത്. പക്ഷേ PC ജോർജിന്റെ മകൻ പറയുന്നത് പോലെ ഈരാറ്റുപേട്ടയിൽ കോടതിയും പോലീസ് സ്റ്റേഷനും ഉണ്ടാക്കിയത് PC ആണ്. അങ്ങനെ ഒളിച്ചിരിക്കുന്ന ആളല്ല PC ജോർജ്. വരേണ്ട സമയത്ത് കൃത്യമായി ഹാജരാകും. പക്ഷെ PC അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ പോലീസിന് പിണറായി അനുവാദം നൽകില്ല. കാരണം അങ്ങനെ അനുവാദം നൽകിയാൽ പിണറായി നാണം കിട്ടി നാറുമെന്നുള്ളത് നന്നായിട്ടറിയാം. അത് PC-ക്ക് വലിയ മൈലേജ് ആകുമെന്നും പിണറായിക്ക് അറിയാം. അതുകൊണ്ട് തിങ്കളാഴ്ച ഹാജരായാലും എന്താ പറയുക, ഒപ്പിട്ട് വിടാനാണ് സാധ്യത. അറസ്റ്റിനൊന്നും സാധ്യതയില്ല യൂത്ത് ലീഗ്.